അളിയാ, എന്താ ശരിക്കും പ്രശ്നം? അവളെ ഫേസ് ചെയ്യാൻ മടിയാണോ, അല്ലെ സംസാരിക്കല്ലേ ബുദ്ധിമുട്ടാണോ? ഇങ്ങനെ പെട്ടെന്ന് വിളിച്ചിട്ട് കാണുമെന്ന് പറയാൻ മാത്രം നീ എന്ത് പ്രശ്നം ഉണ്ടാക്കിയോ? എടാ അതൊന്നുമല്ലടാ പ്രശ്നം. പിന്നെന്താ? അങ്ങനൊന്നുമില്ലെങ്കിൽ പോയി കണ്ടൂടെ? നിന്റെ എക്സ് അല്ലേ? ആ എക്സ് അല്ലേ, പിന്നെന്താ പ്രശ്നം? പോയി കാണളിയാ. നാൻസി, എടാ ഞാൻ അവളോട് എന്തു പറയും? അപ്പോൾ അതാണ് പ്രശ്നം. നിനക്കവിടെ കാണും വേണം, നാൻസിയോട് പറഞ്ഞിട്ട് പോകാനും പറ്റുള്ളൂ, അങ്ങനെയല്ലേ? നിന്റെ ഉദ്ദേശത്തേക്ക് മനസ്സിലായി. പക്ഷെ നീ അവളോട് പറയുന്ന സമയത്ത് അവൾക്ക് നിന്നെ അക്സെപ്റ്റ് ചെയ്യുന്ന പോയിട്ട് നിന്നെ മനസ്സിലാക്കി കൂടി പറ്റിയില്ല, എന്ത് ചെയ്യും? അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? മനസ്സിലാവാതിരിക്കാൻ കൊച്ചു കുട്ടിയൊന്നുമല്ലല്ലോ അവള്. പറഞ്ഞൊക്കെ ശരിയാ. ഇനിയും പറഞ്ഞ പോലെ അവൾക്കൊന്നും മനസ്സിലായിട്ടില്ലെങ്കിലോ? ഇതിപ്പം പറയാനും പറയാതിരിക്കാനും പറ്റാത്ത അവസ്ഥയാണ്. അളിയാ, നീ അവളോട് പറഞ്ഞ കാര്യം എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ വേണ്ടെന്നേ പറയുള്ളൂ. പക്ഷെ പറയേണ്ട സമയത്ത് പറയുന്നതല്ലേ നല്ലത്? അതൊക്കെ പറയാൻ എളുപ്പമാണ്, പക്ഷെ നമ്മളെ കാര്യത്തിൽ വരുമ്പോഴേ അതൊക്കെ മനസ്സിലാവുള്ളൂ. റോണി, ഇതൊക്കെ ഒരു ചെറിയ കാര്യമല്ലേ? ഇത്രയൊക്കെ ആലോചിക്കാനുണ്ടോ? പിന്നെ എന്നോട് ചോദിക്കുകയാണെങ്കിൽ നീ അവളോട് പറഞ്ഞിട്ട് പോകാനേ ഞാൻ പറയൂ. പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, ഞാനൊരു പെണ്ണായതുകൊണ്ടും പറയുമല്ല. പക്ഷെ ഏതൊരു റിലേഷൻഷിപ്പും അടിപൊളിയാക്കുന്നത് ഇത്തരം ചെറിയ കാര്യങ്ങളാ. അതിലും നീ ഇങ്ങനൊക്കെ കാണിക്കാൻ തുടങ്ങിയാൽ പിന്നെ ഒന്നും ചെയ്യാനില്ല. പിന്നെ നമ്മളടക്കം എല്ലാവർക്കും ഒരു ചിന്തയുണ്ട്. ഒരു റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ആവശ്യത്തിലധികം ക്രിഞ്ചും റൊമാൻസും പിന്നെ സെക്സും ഇതാണെന്ന്. പക്ഷെ ഇതൊന്നുമല്ല. പരസ്പര വിശ്വാസമാണ് ഒരു റിലേഷൻഷിപ്പിനെ മുന്നോട്ട് നയിക്കുന്നത്. അതുകൊണ്ട് നോക്കിയേ, പല മണ്ടന്മാരും പല കാര്യങ്ങളും പറയും. അതൊന്നും കേട്ട് പ്രശ്നം വഷളാക്കാൻ നിൽക്കണ്ട. നീ നേരെ ചെന്നവളോട് കാര്യം പറ. പക്ഷെ പോകുന്നത് നിന്റെ തീരുമാനത്തിലായിരിക്കണം, അവളുടേതല്ല. അതാ നല്ലത്. ആ മതി മതി, വാ. അളിയാ, അവിടെ അങ്ങനെ പലതും പറയും. അതൊന്ന് കേട്ട് നീ അവളോടൊന്ന് പോയി പറയാൻ നിൽക്കല്ലേ. പിന്നെ എന്തൊക്കെയാണ്ടാവുന്നില്ല ഞാൻ പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ. അനുഭവത്തിൻ്റെ മുകളിൽ പറയാം. കാമുകിയോടും ഭാര്യയോടും എല്ലാ കാര്യം തുറന്നു വളർന്നില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അറിയാത്തുള്ള കാര്യങ്ങളെങ്കിലും ഫുള്ള് പ്രശ്നങ്ങളുണ്ടാവുക. ഇതൊന്നായിരുന്നില്ലല്ലോ നീ നേരത്തെ പറഞ്ഞത്? അല്ല, ഞാൻ അപ്പം എക്സ്പ്ലെയിൻ ചെയ്തതൊക്കെ. എടാ, ഇങ്ങനെ സത്യസന്ധരാവല്ലേ. കുറച്ചൊക്കെ കളത്തണമെങ്കിലേ ജീവിച്ചു പോകാൻ പറ്റുള്ളൂ. എടാ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? നീ പറയണ്ട, വേറെന്ത് പറഞ്ഞു പോകാൻ നോക്ക്. അളിയാ, അവൾ നിൻ്റെ കാമുകിയായിരുന്നെങ്കിൽ ഞാൻ നീ പോയിക്കോന്നേ പറയുള്ളൂ. പക്ഷേ ആൻസി നിൻ്റെ ഭാര്യ. പോരാത്തന്നെ അവളിപ്പോൾ പ്രഗ്നൻറ്റും. നീ ആലോചിച്ചിട്ട് തീരുമാനം. ശരിയെന്നാ. എന്താ ഒരു സ്വകാര്യമൊക്കെ? വല്ല തരികിടയാണോ? എല്ലിപ്പോൾ എന്നോട് പറയണം. ജിൻസി, ആ എത്തിയോ? ഷാർപ്പ് ടൈമാണല്ലോ. കല്യാണം കഴിഞ്ഞപ്പോഴേക്കും നീ കുറച്ചങ്ങ് മാറിയല്ലേ? മൊത്തത്തിൽ ആളൊന്ന് മാറിയിട്ടുണ്ട്. നീയൊക്കെ മാറിയല്ലോ. പിന്നെ മാറാതെ മാറിയാലേ പറ്റൂ.
ജീവിക്കണ്ടേ? ഒരു മാറ്റം ഇല്ലാത്തത് ഈ പള്ളിക്കും നാടിനൊക്കെയാ. പിന്നെ ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു? ജീവിതമൊക്കെ അടിപൊളിയാടോ. വൈഫ് അതിലടിപൊളി. അതല്ലടാ, വൈഫ് എവിടെയാണ്, എന്ത് ചെയ്യുന്നെന്നാ ചോദിച്ചു. ഓ, ആക്ച്വലി അവളിപ്പം ക്യാരിങ്ങാ, അതുകൊണ്ട് വീട്ടിലുണ്ട്. ഓ, കൺഗ്രാറ്റ്സ്. പിന്നെ നിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ട്. അജു വിളിക്കുമ്പോൾ പറയും. ഓ, അപ്പോൾ ആളെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ അവൻ എന്നോട് ഇതിനെപ്പറ്റിയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, ഈ കോളിനെ പറ്റിയൊന്നും. അതറിയില്ല, ചിലപ്പോൾ പറഞ്ഞുകൊണ്ട് വലിയ കാര്യമില്ലാന്ന് തോന്നിക്കണം. പിന്നെ നിന്റെ ആ ഫേക്ക് ഐഡിയും നീ എന്നെ സ്റ്റോക്ക് ചെയ്യുന്ന കാര്യമൊക്കെ എനിക്കറിയാം. എടോ, എന്തിനാടോ ഈ ഒളിഞ്ഞു നോട്ടം? ഇതിന് മാത്രം അകലും വെറുപ്പും തോന്നാൻ നമ്മൾ തമ്മിൽ എന്താ പ്രശ്നം? ഇപ്പം അകലം മാറിയോ? എനിക്കിതിനെ ഫേസ് ചെയ്യാൻ മടിയായിരുന്നു. എന്തോ ചീകോ എന്നല്ല കേട്ടോ, ഒരു അപകർഷതാബോധം. എന്തിന്? എനിക്കറിയില്ലടാ. എൻ്റെ ലൈഫിലെ എല്ലാ വേഴ്സ് സിറ്റുവേഷനിലും ഞാൻ ഓർക്കുന്നൊരു മൊമെൻ്റ് ഉണ്ട്. നമ്മൾ പിരിഞ്ഞ ദിവസം. എൻ്റെ ലൈഫിൽ ഞാനെടുത്ത ഏറ്റവും മോശം തീരുമാനമായിരുന്നു അത്. കാരണം എനിക്കതിനെ ഒരുപാട് ഇഷ്ടമായിരുന്നു, ഒരുപാട്. ഒരു ചാൻസ് അവിടെ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ അതുപോലൊരു മണ്ടത്തരം ഞാൻ എൻ്റെ ലൈഫിൽ ചെയ്യില്ല. പക്ഷെ ഞാൻ ഹാപ്പിയാണ്. എനിക്കിപ്പോഴും തന്നെ ഇഷ്ടമാണ് റോണി. നമ്മുടെ കാര്യത്തിൽ ഇനി എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടാവും. ഹലോ, നീ എവിടെയാടാ? ഡ്രൈവ് ചെയ്യാണോ? ആ തിരിച്ചു ഓൺ ദ വേ. ആ, പിന്നെ എന്തായി ആളെ കണ്ടിട്ട്? എന്താവൻ, കണ്ടു, സംസാരിച്ചു, പിരിഞ്ഞു, വേറെ. കണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതല്ല, നിങ്ങളൊന്നും സംസാരിച്ചില്ലേ? ഏയ്, കാര്യമായിട്ടൊന്നുമില്ല. ലൈഫൊക്കെ ഇങ്ങനെ പോകുന്നു, ഫാമിലിയെക്കുറിച്ച് അങ്ങനെയൊക്കെ. പിന്നെ എന്നെ പറ്റി ഒന്നും ചോദിച്ചില്ലേ? ആ ചോദിച്ചു. ആഹാ, എന്നിട്ട് നീ എന്ത് പറഞ്ഞു? കേക്കട്ടെ. എന്തു പറയാം, നിന്നെ പറ്റി പറഞ്ഞു. പിന്നെ അല്ല, നീ എന്തിനാ ഇങ്ങനെ കുത്തി കുത്തി ചോദിക്കുന്നത്? പഴയ കാമുകയെ കാണാൻ പോയതല്ലേ, അപ്പം അങ്ങനെയൊക്കെ ചോദിച്ചെന്ന് വരും. ഇനി രണ്ടുപേരും കൂടെ എന്നെ പറ്റിക്കില്ലെന്നാരും കണ്ടു. എടാ, അതിന് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ്. എന്നിട്ട് അത് ക്ലിയർ ആയോ? അത് ക്ലിയർ ആയോന്നറിയില്ല, പക്ഷേ ഇപ്പം എന്തോ ഒരു ഭാരം കുറഞ്ഞ ഫീലിംഗ്. അതറിയാതുകൊണ്ടല്ലേ നിന്നോട് ഞാൻ പോകാൻ പറഞ്ഞത്. അല്ലാതെ നീ ഇവിടെ ഇരുന്ന് ഓരോന്നാലോചിച്ച് ടെൻഷൻ അടിച്ച് പോവാതിരുന്നെങ്കിൽ ഇപ്പം ഈ ഭാരം കുറഞ്ഞ ഫീൽ കിട്ടുമായിരുന്നു. നോ, ആ, അതാണ് നല്ല ഭാര്യമാരെ കെട്ടിയുള്ള ഗുണം. കണ്ടോ, നീ ഭയങ്കര ലക്കിയാട്ടോ. അല്ല, നോർമലി എക്സിൻ്റെ കാര്യം പറയുമ്പോൾ നീ അടി ഉണ്ടാക്കാറാണല്ലോ പതിവ്. ഇതിപ്പോൾ എന്താ ഇങ്ങനെ? അത് ശരി,
ഞാനല്ലേ നിൻ്റെ ഭാര്യ, അപ്പം ഞാനല്ലേ നിന്നെ കൂടുതൽ മനസ്സിലാക്കണ്ടേ. പിന്നെ ഇങ്ങനൊരു ചാൻസ് എല്ലാവർക്കും കിട്ടിയെന്ന് വരില്ലല്ലോ. വരുന്നവരാരും കറക്റ്റ് അത് യൂട്ടിലൈസ് ചെയ്യാറുമില്ല. ഇത്ര വർഷങ്ങൾക്ക് ശേഷം കണ്ടിട്ടും ഇതൊക്കെ മാത്രമാണോ നിങ്ങൾ സംസാരിച്ചത്? എടാ നീ ഒന്ന് വെച്ചേ, ഞാൻ അങ്ങോട്ട് തന്നെയല്ലേ വരുന്നേ. ഓക്കെ വേഗം വാ. ഓക്കെ.